ഗൈസ് ഞാനാണെങ്കിൽ ഇവിടെ ഗോഡ്സിലെ സിനിമയൊക്കെ കാണുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ കറണ്ട് പോയി ഗൈസ്. നമുക്കതായാലും ഇനി വണ്ടി എടുത്ത് പുറത്തോട്ട് പോവാം. വേറെ പണിയൊന്നുമില്ല. സിനിമ കണ്ടുകൊണ്ടിരിക്കണ കാരണം ഇന്നെങ്ങോട്ടും പോയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ആ ഗോഡ്സില എല്ലാം നശിപ്പിക്കുവാണ്. അതെന്തെങ്കിലും ആട്ടെ, അതൊരു സിനിമയല്ലേ, അത് റിയലായിട്ട് ഉള്ളതൊന്നുമല്ലല്ലോ. അപ്പോൾ നമുക്കേതായാലും വണ്ടി എടുത്തുകൊണ്ട് പുറത്തോട്ട് പോവാം. ഓക്കെ, എന്തോ സൗണ്ടൊക്കെ കേൾക്കണ്ട കേട്ടോ ഗൈസ്. ഇത് തന്നെ ഒരു സ്വിഫ്റ്റൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് ഞാൻ പുതിയതായിട്ട് എടുത്തതാണ്. ഇതിൻ്റെ പൈസ ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല. നമുക്ക് ഏതായാലും ഒന്ന് കറങ്ങാൻ പോവാം. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, രായൻ്റെ വീട്ടിലേക്ക് പോവാം. അവനവിടെ ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് ഏതായാലും ഒന്ന് ചെന്ന് നോക്കി നോക്കാം. അവൻ ചിലപ്പോൾ ഇങ്ങനെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ മിക്കപ്പോഴും അവൻ വീട്ടിൽ കാണാറില്ല. അവൻ്റെ വണ്ടി എടുത്ത് എങ്ങോട്ടെങ്കിലൊക്കെ പോവും. നമുക്കേതായാലും പോയി നോക്കാം. ഇവിടെ ആണെങ്കിൽ രായൻ്റെ വീട് എത്താറായി. ഈ കാണുന്ന കേട്ടോ ഗൈസ് രായൻ്റെ വീട്. ഓക്കെ, നമുക്കേതായാലും വണ്ടി ഇവിടെ നിർത്താം. ഇവൻ്റെ വീട്ടിലേക്ക് പിന്നെ വണ്ടി കയറ്റാൻ സ്ഥലമൊന്നുമില്ല. ഇവ മുറ്റത്തിൻ്റെ അവിടെ മതിലേട്ടി വെച്ചേക്കുവാണ്. നമുക്ക് ഇതിൽ കൂടെ കയറി പോവാം. എടാ രായ, എടാ രായ, നീ എവിടെയാ? യെസ്, ഈ രായനിത് എങ്ങോട്ട് പോയേ? അവനെ കാണാനില്ല കേട്ടോ. അടുക്കളയിലുണ്ടാ? ഇല്ലല്ലോ. മുകളിൽ ഹാളിലും ഇല്ല, താഴെ ബെഡ്റൂമിലും ഇല്ല. ഇവിടെ ഫാനൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ഇവന് ഫാനൊക്കെ ഓണാക്കിയിട്ട് എങ്ങോട്ടാണ് പോയത്? ദൈവം ടോയ്ലറ്റിലും ഇല്ല. ഇവൻ പിന്നെ എങ്ങോട്ടാണാവോ പോയത്? നമുക്കേതായാലും അവൻ്റെ ഫോൺ എടുത്തൊന്ന് വിളിച്ചു നോക്കട്ടെ ഗൈസ്. ഓക്കെ, ഞാൻ അവനെ വിളിച്ചു. അവനിപ്പോൾ ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, രായൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. എടാ നീ അവിടെ പോയി കിടക്കുന്നു. അവിടെ ഞാൻ ഈ പുറകുവശത്തുണ്ടായിരുന്നു. നീ പുറകുവശത്തുണ്ടായിരുന്നാ? ഞാൻ കണ്ടില്ല. എടാ ഇതെന്താ സംഭവം? ഇത് തന്നെ ആർമി ടാങ്കല്ലേ ഇത്? ഓടാ, അത് ഞാൻ ഇപ്പോൾ അടിച്ചു പറ്റിക്കൊണ്ട് വന്നേ. എടാ നിനക്ക് എന്താടാ? ഇതാ പോലീസുകാരെങ്കിലും അറിഞ്ഞാൽ നിന്നെ വെറുതെ വിടില്ല കേട്ടോ. അവിടെ ഞാനത് ഇവിടെ നിന്നല്ല അടിച്ചു പറ്റി. ഞാനിത് ലോസ് ആൻഡോസിൽ നിന്ന് അടിച്ചു പറ്റിയതാ. ലോസ് ആൻഡോസിൽ നിന്നാ? എന്തിനാത്? ഓടോ ഇത് വിറ്റ് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും. എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേരൊന്നും പറയരുത് കേട്ടോ. ഇല്ലടാ, ഞാൻ നിൻ്റെ പേരൊന്നും പറയില്ല. അതിനെ അവർ പിടിച്ചിട്ട് വേണ്ടേ. ഓക്കെ ഗൈസ്, ഞാൻ രായനോടെ ബൈക്ക് എടുത്തുകൊണ്ട് ചുമ്മാ കറങ്ങിറങ്ങിയതാണ്. ഇപ്പം അപ്പാപ്പനെ പോയി ഇടിച്ചിട്ടേനെ. ഇവിടെ അപ്പാപ്പന്മാരൊക്കെ KTM ഓടിച്ചുകൊണ്ടാണ് നടക്കണേ. ഇവർക്കൊക്കെ നല്ല പൈസ ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ, ഇവിടെ ഫ്രാങ്ക്ലിനായിരുന്നു എന്ത് പണിയാണ് കാണിച്ചത്. നോക്കി കണ്ടൊക്കെ വണ്ടി ഓടിക്കേ. നമുക്കൊന്നും പറ്റിയില്ല ഭയത്തിന്. ഗൈസ് ഞങ്ങളാണെങ്കിൽ ഇവിടെ ആർമി ടാങ്ക് എടുത്ത് കറങ്ങാറ് കേട്ടോ. ഇത് ഓടിക്കാൻ നല്ല പാടാണ്. വലിയ സ്പീഡും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫയർ ചെയ്യാൻ പറ്റും. ഇവിടെ അടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ. അതായത് നമുക്ക് മര്യാദയ്ക്ക് പോവാം. ആ പുള്ളീനെ പിടിച്ചിട്ടേനെ. റോഡിൽ കൂടെ കാറുകളൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ അകത്തോട്ടൊക്കെ നമുക്ക് ഫയർ ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷെ വേണ്ട. നമുക്ക് ഇനി നേരെ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോട്ടോ ഗൈസ്. അതെന്താ? ഞാനിപ്പോൾ അവിടെ എന്തോ കണ്ടുല്ലോ. എന്താണ് ഗൈസ്? അതുണ്ട് ഞാനാണെങ്കിൽ നൈസായിട്ട് ഇറങ്ങി നോക്കിയത്. അപ്പോഴത്തേക്കും വീണു. അതെന്താണ് ഗൈസ്? നമുക്ക് സ്നൈപ്പർ വെച്ച് നോക്കാം. എൻ്റെ അമ്മോ, ഇതിൻ്റെ വാലൊക്കെ കണ്ടു ഗൈസ്. എനിക്ക് തോന്നണേ ഇതാ ഗോഡ്സില സിനിമയിലെ ഗോഡ്സില എന്നാണ് തോന്നണേ. ഇതെങ്ങനെ നമ്മുടെ സിറ്റിയിൽ വന്നേ? എല്ലാ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ വരുവാണല്ലോ ഗൈസ്. അത് ഗൈസ് അത് ഗോഡ്സില തന്നെയാണെന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ ഇന്ന് ആ സിനിമ കണ്ടുകൊണ്ടിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും എന്തേ അതും വന്നു ഇങ്ങോട്ട്. നമുക്കെന്തായാലും ഇനി അതിൻ്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കട്ടോ ഗൈസ്. അത് നമ്മളെ ഒന്നും ചെയ്യില്ലെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് അതിൻ്റെ മേത്തേക്ക് ഫയർ ചെയ്യാം. ചാവോ നോക്കാം. ടാങ്കായിരുന്നു നമുക്ക് പേടിക്കണ്ട കേട്ടോ ഗൈസ്. വേറെ വല്ല വണ്ടാണെങ്കിൽ നമ്മളെ ചവിട്ടി കൊല്ലത്. അയ്യോ ഗൈസ്, ദേ എൻ്റെ അടുത്തേക്ക് വന്നു ഗൈസ്. ആ ഗോഡ്സിലയുടെ അടുത്തുനിന്ന് കഷ്ടപ്പെട്ടാണ് രക്ഷോട്ടെ. ഞാൻ ആ ടാങ്ക് രാൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടു. ദേ ഇത് വേണമെങ്കിൽ പുറകെ വണ്ടി ഗൈസ്. ഇനി എന്ത് ചെയ്യും? അയ്യോ, ഇപ്പോൾ കൊണ്ട് ഇടിച്ചേനെ. നമുക്കിതിനെ എങ്ങനെയെങ്കിലും കൊല്ലണം കേട്ടോ ഗൈസ്.
അല്ലെങ്കിൽ സീനാവും. ഇത് എപ്പോഴെങ്കിലും നമ്മളൊന്ന് കൊല്ലും. ഈ സാധനമാണെങ്കിൽ പുറകെ വന്നിട്ട് നമുക്ക് കുറച്ച് ദൂരെ പോകാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മുടെ അടുത്ത് വരും. ഞാനാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടാണ് കേട്ടോ ഗൈസ് പോണേ. ഇവിടെ ആണെങ്കിൽ കുറച്ച് സ്ട്രെയിറ്റ് റോഡായാലും കുഴപ്പമില്ല. നമുക്ക് ആ മലയുടെ ഒക്കത്തേക്ക് പോകാം കേട്ടോ ഗൈസ്. അതിന് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നണേ. നമുക്ക് വണ്ടി കത്തിച്ചങ്ങൂടാം. ഇപ്പം അത് കുറച്ച് പുറകിലായി പോയിട്ടുണ്ട്. നമുക്കിനി ഈ സൈഡിലോട്ട് നൈസായിട്ട് പോവാം. ഓക്കെ ഗൈസ്, അത് വണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ ഇവിടെ മറ്റേ RPG ഉണ്ട് കേട്ടോ ഗൈസ്. അത് തരാൻ കുഴപ്പമില്ല. അതൊരു 5-6 വെടിക്ക് ചാവുമായിരിക്കും. എൻ്റെ കയ്യിൽ വേറെ കുറേ വെപ്പൺസും ഉണ്ട്, പക്ഷെ ഇതാണ് കുറച്ചും കൂടെ നല്ലത്. ഓ ഗൈസ്, ഇത് കൊണ്ടിട്ടൊന്നും പറ്റണില്ലല്ലോ ഗൈസ്. അതിന് ഇതാണെങ്കിൽ എൻ്റെ മേത്ത് കൊള്ളല്ല. കണ്ടോ ഗൈസ്? ഓ ഗൈസ്, ഇതിൻ്റെ മേത്താകെ 2 വെടി കൊണ്ടുള്ളൂ, ബാക്കിയെല്ലാം പുറത്തോട്ടാണ് പോയത്. അയ്യേ, 2 അടിക്ക് ചാവാനുള്ളതുള്ള ഈ സാധനം. വലിപ്പം മാത്രമേ ഉള്ളൂ. എന്ത് സാധനം ഇത് ഗൈസ്? ഇത് കണ്ടില്ല, ഇത് ശരിക്കും ഗോഡ്സിലാൻഡാണ്. എൻ്റെ മേലൊക്കെ കണ്ടോ ഗൈസ്? മുതലേനെ പോലെ ഉണ്ട് കാണാൻ. ഓ, ഭാഗ്യത്തിന് അത് ചത്തു. അതിന് നമ്മളൊന്നും അതിന് ചെയ്യാൻ പറ്റിയില്ല. ആ ടാങ്കുള്ളവരനാണ് ആദ്യം രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അത് നമ്മുടെ അടുത്തേക്ക് വന്ന് ചവിട്ടി കൊന്നേനെ. ഈ ബൈക്ക് എങ്ങനെ ആയിരുന്നെങ്കിൽ അത് ആദ്യം അതിൻ്റെ മുകളിൽ ചവിട്ടിയിട്ട് ഗൈസ്. എന്നിട്ട് വലിയ കാര്യമായിട്ടൊന്നും പറ്റിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ സിറ്റിയിൽ ഇനി വേറെ ഗോഡ്സിലകൾ ഉണ്ടോയെന്ന് നമുക്ക് നോക്കി നോക്കാം. ഉണ്ടെങ്കിൽ പണിയോളും ഗൈസ്. ഈ ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കാണ് ഞാൻ അതിനെ കണ്ടത്. പക്ഷേ ഇപ്പോൾ ഗോഡ്സിലൊന്നും കാണാനില്ല. ചിലപ്പോൾ നമ്മുടെ സിറ്റിയിൽ ഒരെണ്ണം ഉള്ളൂ എന്ന് തോന്നുന്നു. ഓ, ഭാഗ്യം നമ്മൾ ചാവാത്തത്. ഇത് പിന്നെ നിഞ്ച കേട്ടോ ഗൈസ്. നിഞ്ചക്കാരനാണ് അത്ര സ്പീഡിൽ പോകാൻ പറ്റിയത്. അത് തന്നെ വലിയ കാര്യം. നമുക്കിനി നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തൊരു ചാനൽ കൂടെ സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ആ ബെല്ലൈക്കണില്ലേ, അതങ്ങ് പൊട്ടിക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. ഗോഡ്സിലൊക്കെ ഒന്നും പറ്റില്ലാണ്ടായി. ഇനി പോയി കുറച്ച് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിനി പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.